ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ സാധാരണ കണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല, ഇന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഞാനിവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിരിക്കുകയാണ് ഓട്ടം സീസണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ ഒരു പച്ചപ്പും ഹരിതാപയൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് രേണുസുതിയാണ്. രേണുസുതി പുതിയ ആൽബത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിലയിരുത്തണ്ടേ? അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. എൻ്റെ ചാനലിലെ കമൻസുകളെല്ലാം പോരട്ടെ, കമൻസുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ബട്ടൺ കണ്ടാൽ അതൊന്ന് പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്കൊന്ന് പോവാം. അപ്പോഴേ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാമേ. അപ്പം രേണുസുതി ഇന്ന് ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ട് റെസ്റ്റ് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന മുമ്പ് രേണുസുതിയുടെ സ്ഥിരം ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ രണ്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ വേണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യഥാർത്ഥ കാര്യത്തിലേക്ക് കടക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അമ്മായി കിട്ടിയില്ലേ? കിട്ടിയില്ലല്ലേ? കിട്ടിയോർക്ക് കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്ത് പറഞ്ഞു എന്ത് നെഗറ്റീവ് പറഞ്ഞാലും മരമുണ്ട് മരപ്പൊട്ട് എന്ത് പറഞ്ഞാലും അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇനി ഇല്ലല്ലോ ഇതിലൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ രേണുസുതി പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടല്ലോ. ഞാനത് ബീപ്പ് സൗണ്ട് വിളിച്ചിട്ടാണ് കേൾപ്പിക്കുന്നത്. കാര്യം മൈ വരുന്ന വേർഡാണ് വിളിച്ചത്. ഇത്രയും ബോഡി ഷെയ്മിങ് കേട്ടിട്ട് ഈ ഒരു വേർഡ് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ വേറൊരു വീഡിയോയും കൂടി കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വേർഡൊക്കെ ഇപ്പോൾ വിളിച്ചതെന്ന്. നമുക്കത് കാണാം. ഞാൻ മാകുട്ടി വിളിച്ചത്, ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ചല്ലോ. എനിക്ക് കുഴപ്പമൊന്നും. പിന്നെ ഇതിലപ്പുറം ഇതാണോ കമന്റ്? മരപ്പട്ടിയാണോ കമന്റ്? ഇതിലപ്പുറം വരുന്നത് അത് കൂളാവും. എനിക്ക് അതല്ല, എനിക്ക് ഓൾറെഡി ഞാൻ മൂഡ് സിങ്സിൽ എന്താടാ പറ ഷിനു. എടാ അതൊക്കെ പിടിച്ചോണ്ടിരിക്കുവാണെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിൽക്കുവോ? രേണുസുതി എന്ന് പറഞ്ഞ ആളുണ്ടാവും. അതൊക്കെ പിടിച്ചോണ്ട് നിൽക്കുവായിരുന്നു. ആദ്യം മൈ ചേർത്ത് വിളിച്ചു. രണ്ടാമത് ഞാൻ മൈ ചേർത്താ വിളിച്ചു. അപ്പൊ അതിൽ പലരും ചോദിക്കുന്നുണ്ട് കിട്ടിയോ എന്താണ് റെക്കോർഡിക്കലി ആയോ എന്ന്. അപ്പൊ പറയുന്നുണ്ട് ഞാൻ മൂഡ് സിങ്സ് ആണ്, ഇതല്ല പ്രശ്നം. അടുത്ത ഏറ്റവും ലാസ്റ്റിലെ സെന്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. എന്താണ്? അതൊക്കെ പിടിച്ചിരിക്കുമെങ്കിൽ രേണുസുതി ഇവിടെ ഇരിക്കുവോ? അപ്പൊ രേണു നന്നായിട്ട് പേടിച്ചു. രേണു ഭയങ്കരമായിട്ട് വിളറി വെളുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോസിറ്റീവായിട്ട് പറയണവരും പറയും ചേച്ചി അങ്ങനെയല്ല, അല്ലെങ്കിൽ ചിന്നു അത് അവൾക്ക് അതിലൊരു മൈൻഡില്ല. പക്ഷെ പുള്ളിക്കാരി നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് വേറൊരു വീഡിയോ ഉണ്ട്, കാറിൽ പോകുമ്പോഴും കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ സബ്സ്റ്റേഷൻ എങ്ങനെയുണ്ടെന്ന് ഒരു ആള് ചോദിച്ചു. അതിനവള് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരാവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ അവൾ പറയുന്നുണ്ട് എൻ്റെ മൂഡ് ശരിയല്ല എന്നുള്ളത്. മൂഡ് ശരിയാവാത്ത കാരണം എന്താണ്? ഇന്ന് ഏറ്റവും വലിയ അലിഗേഷനാണ് ഇനി വന്നിരിക്കുന്നത്. ഇനി ഷെഫീന് ഇത്തേരടുത്ത് ഇന്നലെ ഞാൻ ആ ഒരു എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനത് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു തെളിവ് കിട്ടാതെ അല്ലെങ്കിൽ ഒരു വോയിസ് വെച്ച് മാത്രം നമുക്കത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ കാരണം ഓൺ വോയിസിലാണ് ഒരാൾ കൊടുത്തിരിക്കുന്നത്. ഇത് രാജ്യദ്രോഹ കുറ്റത്തിന് തുല്യം തന്നെയാണ്. കാര്യം നമ്മുടെ നാട്ടിലോട്ട് ഇന്ന ആൾ വഴി സ്വർണം കടത്തുന്നു അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യദ്രോഹ കുറ്റമാണ്. നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഗവൺമെന്റിനെയും, അത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിനെ ആയാലും ബാധിക്കുന്ന കാര്യമാണ്. അത് രാജ്യത്തെ ഒട്ടാകെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഓൺ വോയിസിൽ കൊടുത്ത ഇവരെ പോലീസ് എന്തായാലും ഈ ഒരു വിഷയം നമ്മുടെ ഗവൺമെന്റിലേക്ക് എത്തുകയാണെങ്കിൽ ചോദ്യം ചെയ്യുമ്പോൾ ഇവരെയും ചെയ്യും. അതുകൊണ്ടാണ് എത്തുന്നത്. കാരണം അതിനൊരു ഓൺ വോയിസ് ആയിട്ട് ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വോയിസിന്റെ കാര്യം വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് പറയുന്നത്.
പിന്നെ ഇപ്പൊ ഡാനി സത്യനായാലും അതുലായാലും 2-3 യൂട്യൂബേഴ്സ് ആയാലും ഇപ്പൊ ഷെഫീനത്തായാലും കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്, അത് ഗവൺമെന്റിലേക്ക് എത്തുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് എത്തണം. ഇനി എനിക്കിത് മുഖ്യമന്ത്രി തന്നെ ഓഫീസിൽ ഈ ഒരു കേസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് എത്തുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസിലേക്ക്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കോ രാഷ്ട്രപതിയുടെ ഓഫീസിലേക്കോ ഈ ഒരു കാര്യം പോകുമോ എന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ കൂടി മൂവ് ചെയ്യണം. പിന്നീട് നമ്മൾ കസ്റ്റംസിനെ മസ്റ്റായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയിക്കാമെന്ന് തോന്നുന്നു. ഇവരൊക്കെ തന്നെ നമ്മൾ അറിയിക്കണം. ഇതൊരു നിസ്സാര കേസല്ല. മറ്റേ സംവിധായകൻ ആൽബത്തിൽ അഭിനയിക്കില്ല എന്ന് വന്ന് പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ രേണു സുധി അവിടെ പോയപ്പോൾ ഇന്നത് പറഞ്ഞതുപോലെയോ ഒന്നുമല്ല. ഒരാൾ പറയാണ് നമ്മളെ രാജ്യത്തോട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് അയക്കുന്നു എന്നുള്ളത്. അത് നമ്മുടെ സമ്പൽ ഘടനയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പറയണം. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഷെഫീനത്തിലേക്ക് വന്നതെന്ന് പറയാം. പുള്ളിക്കാരി ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും പിറകിൽ പോവത്തില്ലായിരുന്നു. ഇവളുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എത്രയോ നാളുകൊണ്ട് വോയിസ് കൊടുത്തതാണ്. എന്താ അവർ പുറത്തു വിടാത്ത, അവര് ജീവിച്ചു പൊയ്ക്കോട്ടെ എന്നൊക്കെ വിട്ടതാണ്. പക്ഷെ ഇവള് മറ്റേ നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഷെഫീന ഇത്ത ഈ ഒരു വിഷയം എവള് പോകുന്നത് കള്ളക്കടത്തിനാണ് എന്ന് ഈ കിച്ചുവിന്റെ പ്രശ്നം വന്നു. അത് കഴിഞ്ഞിട്ട് പോയി സബ്സ്ക്രിപ്ഷനിൽ പോയിരുന്നു കുലിസിതം കാണിച്ചു. ഇതെല്ലാം കൂടെ കുരുപൊട്ടി ആ ചേച്ചി വിളിച്ചു പറഞ്ഞതാണ് ഇതിനൊക്കെ തന്നെയാണ് ഇവള് പോയിരിക്കുന്നതെന്ന്. അവിടെയാണ് രേണു സുധി എന്ത് ചെയ്തത്, വഴിമാറി സഞ്ചരിച്ചത്. രേണു സുധി ഇവർക്ക് മേലിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇവരെ അച്ഛനെ വിളിച്ചു, ഇവരെ അമ്മയെ വിളിച്ചു, ഇവരുടെ അമ്മയാണ് അത് കടത്തുന്നതെന്ന് പറഞ്ഞു. ഒരു മിണ്ടാതിരിക്കുവോ? ഒന്നാമത് അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നല്ല രീതിക്ക് അവർ തെളിവുണ്ടെങ്കിൽ കേസിന് പോവും. മേലും കീഴും നോക്കാതെ ഈ ഒരു നിയമത്തിന്റെ രീതിയിൽ പോകുന്ന ഒരാളാണ്. രണ്ടാമത് കിച്ചുവിന്റെ കൂടെ ഫോട്ടോ എടുത്തപ്പം ഇവർക്ക് കുറച്ച് ദേഷ്യം. എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ കിച്ചുവിന്റെ അടുത്ത് പോയി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ, കിച്ചുവിന്റെ അടുത്ത് നിന്ന് വോയിസ് എടുത്തിട്ടുണ്ടോ? ഈ ചേച്ചിയാണെങ്കിൽ ചില വോയിസുകളൊക്കെ എടുത്തിട്ട് ആ സമയത്ത് അത് പുറത്തു വിടുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് രേണു സുധി പേടിച്ചു. രണ്ടാമത് നമ്മുടെ 2 യൂട്യൂബേഴ്സ്, അതിലും ഡാനി സത്യനും, ഇവർക്ക് രണ്ടുപേർക്കും ഈ ഷെഫീന ചേച്ചിയെ കൊണ്ട് പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ചെയ്ത ആ സമയത്ത് ചെയ്ത ഒരു തെറ്റായിട്ട് ഞാൻ കണ്ടത്, അവർ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു, കിച്ചു നിന്റെ കൂടെ ഫോട്ടോ എടുത്ത് അവരെ നീ സൂക്ഷിച്ചോ എന്നുള്ളത്. ഇവരുടെ 2 പേരെ വീഡിയോയും രേണു കാണും. അപ്പൊ രേണുവിന് കുറച്ചും കൂടെ ബലമായി. രേണു വിചാരിച്ചു ഇവർ 2 പേരും ഷെഫീനത്തേക്കെതിരെ പറയുമ്പോൾ എല്ലാവരും കൂടെ ആവും. അപ്പൊ എവള് എന്ത് ചെയ്തു, ഇവൾക്ക് കുറച്ചും കൂടി ബലം കിട്ടി. എവള് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അതില് പറഞ്ഞായിരുന്നു, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, നീ അടുപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ രേണുവിന് കുറച്ചും കൂടി ധൈര്യം കിട്ടി. അല്ലെങ്കിൽ രേണുവിന്റെ കൂട്ടുകാരികൾ കേൾപ്പിച്ചു കൊടുക്കും. ഇനി ഡാനി ചെയ്തൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, കിച്ചു വോയിസ് പുറത്തു വിട്ടപ്പോൾ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞു, കിച്ചുവിന്റെ സ്വഭാവം ശരിയല്ല, എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇത് ആ കിച്ചു പറയുമ്പോഴല്ല പറയേണ്ടത്. കിച്ചുവിനെ പറ്റി ഒരു നെഗറ്റീവ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കിച്ചു തന്നെ എന്താണ് വല്ല നെഗറ്റീവും കാണിക്കുമ്പോൾ, ഇപ്പൊ ഇടയ്ക്കൊരു ദിവസം വണ്ടിയിലിരുന്ന് നന്നായിട്ട് മദ്യപിച്ചിട്ട് അതുലിനെയൊക്കെ തെറി പറയുന്ന, അതായത് മോശത്തരം പറയുന്ന ഒരു വീഡിയോ ഇട്ടു. ആ സമയത്തൊക്കെ പറയാം, കാരണം നമ്മൾ തെളിവുണ്ട്. അപ്പം ബാക്കി സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരാളാണ് എനിക്കറിയാമെന്ന് പറയാം. ആ കുട്ടിയുടെ ജീവചരിത്രം പറഞ്ഞപ്പോഴും അവൻ ഒന്നാമത് നെഗറ്റീവായിട്ട് അവൻ പറഞ്ഞ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത് എനിക്ക് അവൻ്റെ സ്വഭാവം അറിയാം, അവൻ അത്ര നീറ്റല്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഡാനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇതും നമ്മുടെ രേണു ചേച്ചിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, എന്താണ് ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോന്നും കൂടെ എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് രേണു സുധി എന്ത് ചെയ്തത്, രണ്ടും കൽപ്പിച്ച് തെറിത്താത്താന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയത്. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിന് ഏത് മനുഷ്യരെയായിരുന്നാലും ഒന്ന് ആ ചേച്ചി വളരെ ജെനുവിനായിട്ടാണ് അവർ പോയത് കുഞ്ഞിനെ കാണാൻ. അത് ദേവൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരൊരു അമ്മയാണ്, അവരാണ് ഏറ്റവും കൂടുതൽ കിച്ചുവിനെ കുറ്റം പറഞ്ഞത്. നിന്റെ അമ്മയുടെ വടവിറ്റ കാശ് കൊണ്ടല്ലേടാ നീ പഠിക്കുന്നത് ജീവിക്കുന്നതെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ ഇത് വരുമ്പോൾ അവരൊരു അമ്മയാണ്, അതും ഇതേ പ്രായത്തിലുള്ള മകനുള്ള ഒരു അമ്മയാണ്. അപ്പൊ അവർ എന്തൊക്കെ സ്വഭാവം മോശമായിരുന്നാലും അവർക്ക് ഒരു സമയം അവർ ചിന്തിക്കൂലേ, എനിക്കൊന്ന് പോണം, ആ ഒരു കുറ്റബോധത്തിൽ ആ ചേച്ചി പോയതാണ്.
അപ്പം ആ സത്യം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ അവർക്കത് സത്യമാണ് എന്ന് വിളിച്ച് പറയുന്നതിനപ്പുറം അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. അവരവൻ്റെ പഠിത്തത്തിനൊക്കെ കിട്ടട്ടെ എന്ന് കരുതി പോസിറ്റീവായിട്ടായിരിക്കാം ആ ഒരു ഇത് കൊടുത്തത്. അവൻ്റെ എന്തോ കൊടുത്തത്, അക്കൗണ്ട് നമ്പർ കൊടുത്തത്. അതും വിനയായി. അതും അവർ ആ കൊച്ചിനെ വെച്ച് കാശ് പിരിക്കുന്നതാകുമ്പോൾ അവരും ആകെ അങ്ങ് ഇതായി കാണും. ആ സമയത്ത് അവളും തലയ്ക്ക് മീതെ തീകോരി ഇടുവാണ്. ഇതാണ് ഈ ഒരു കാര്യത്തിന് വഴിത്തിരിവായത്. ചിലത് നമ്മൾ പറയില്ലേ, ഉർവശി ശാപ ഉപകാരം പോലെ. ആ ചേച്ചിക്ക് അത്രയും നെഗറ്റീവ്. ഡാനി അങ്ങനെ പറഞ്ഞു, അതുല് പറഞ്ഞു, രേണു കുറ്റപ്പെടുത്തി, ഇതെല്ലാം കൂടെ ആയപ്പോൾ ഉർവശി ശാപ ഉപകാരം പോലെയാണ് ആ ചേച്ചിക്ക് ഇത് വീണ് കിട്ടിയത്. അവർക്കൊരു ഇതെങ്ങനെ അവർ തുടങ്ങണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് നല്ലൊരു എന്തായി, അതിലൊരു വഴിയായി. ഇനി രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയാം, ഇങ്ങനെ അല്ല. രേണു സാധാരണ പോകുന്നു, ഉദ്ഘാടിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് രേണുവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു തെളിവില്ലെങ്കിൽ ഇവരെല്ലാവരും കുടുങ്ങും. ഇപ്പം ഷെഫീനത്തെയൊക്കെ ചോദ്യം ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഓൺ ഓഫീസ് കൊടുത്ത ആ സ്ത്രീ മസ്റ്റായിട്ട് കുടുങ്ങും എന്നുള്ളതിന് യാതൊരുവിധ ഇതും വേണ്ട. ഇനി ഇത് രേണുവിനെ ബാധിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കാര്യം രേണു എന്ന് പറയുന്ന ഒരു ചെയിനിൽ കൂടിയാണ് പോകുന്നെങ്കിൽ രേണു അടപടലം മൂഞ്ചും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ആ ഇത്തയ്ക്ക് കൊടുത്ത ആ ഓൺ വോയിസ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് തന്നെ ഭ്രാന്തായി തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആവാൻ കഴിയുന്നില്ല എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയാണെന്നല്ലോ, ഈ ഡാൻസ് ബാർ എന്ന് പറയുന്നതും സ്പാ എന്ന് പറയുന്നതും ഒക്കെ വെറും പെൺവാണിഭവും സ്വർണ്ണക്കടത്തും അതുപോലുള്ള മറ്റേ ഡ്രഗ്സ് മാഫിയയും മാത്രമാണ്. ഇവന്മാരുടെയൊക്കെ കുറേ ഡീറ്റെയിൽസ് ഞാൻ സംഘടിപ്പിച്ച് ചേച്ചിക്ക് തരാം. എനിക്കൊന്നും സമയം തന്നാൽ മതി. എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ആ ഫോൺ നഷ്ടപ്പെട്ട, അതായത് ഞാൻ ഈ മുമ്പ് താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് മാറേണ്ടി വന്ന ഒരു അവസ്ഥയിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ കുറേ നമ്പേഴ്സ് ചേച്ചിക്ക് തരുമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ വീണ്ടെടുത്ത് തരാം. ഇതിൻ്റെയൊക്കെ മെയിൻ ആളുകൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങയും പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നത് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടു പോയിന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിയിട്ടുണ്ട്, നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ എന്തിനാ. അതായത് അത്രയും ഞങ്ങള് ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ഇവളിവിടെ വന്നു, ഇവളെങ്ങനെ ഇവിടെ വന്നു എന്നിട്ട് ഞാൻ ഇവന്മാരോട് ചോദിച്ചു ഇവളെങ്ങനെ ഇവിടെ വന്നു. ഇവൾ അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്പെഷ്യൽ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാര് ഇവളെ ഇവിടെ ഇറക്കിയേക്കണത്. കാര്യം അവന്മാര് ഇതിലിപ്പോൾ ഈ ഒരു ചേച്ചി പറഞ്ഞല്ലോ, അപ്പോൾ പുള്ളിക്കാരിയെ ഞാൻ ഒട്ടും ന്യായീകരിക്കുന്നില്ല. കാര്യം പുള്ളിക്കാരി ഡേറ്റിങ്ങിന് പോയാണ്, അതായത് ശരീരം വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത്. അതും പറയുന്നത് കുഞ്ഞുങ്ങളെ വളർത്താൻ ഇതിൽ പെട്ടുപോകുന്നവരുണ്ട്. അതുപോലെ തന്നെ മനഃപൂർവ്വം ഇങ്ങനത്തെ ഒരു ജോലിക്ക് പോകുന്നതുണ്ട്. പിന്നെന്താണ്, ഈ ആൾക്കാർ കൊണ്ടുപോയിട്ട് വേറെ ജോലി എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലാണ് ഇതിലേക്ക് അകപ്പെട്ടു പോകുന്നത്. പക്ഷേ ഇവരിൽ എനിക്ക് തോന്നിയത് ഇവർ ഫീൽഡ് ഔട്ട് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ആ ബോഡി ഷെയ്മിങ് പറഞ്ഞപ്പോൾ ഇനി കാണാൻ പോണവനെയും ഞാൻ എനിക്കിഷ്ടമല്ല, ഈ ഇത് കാണിച്ചു കൊടുക്കുന്നവളെ ഇഷ്ടമല്ല, ഈ പണി ചെയ്യുന്നതിനോടും ഇഷ്ടമല്ല. കാരണം ശരീരത്തോടൊരു ബഹുമാനമില്ല. പിന്നെ പോയി കണ്ടിട്ട് അവളെ ശരീരം കോഴിക്കാലാണ് കഴുതക്കാലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോയി ഇപ്പം കണ്ടല്ലോ, പൈസ കൊടുത്തായാലും പോയി കണ്ടല്ലോ, പിന്നെ അത് മനസ്സിൽ വെച്ചിരിക്കുക. അതിനങ്ങനെ അയ്യേ ഇതായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തിനാ പറയുന്നേ? എങ്കിൽ പോവരുത്. ഒരാളെ ശരീരം നേരെ കാണുമ്പോൾ തന്നെ അറിയില്ലേ അവരുടെ കാലിന് വണ്ണം ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഇവർ ഈ ബോഡി ഷെയ്മിങ്, അവളെ ഇങ്ങനെ നിന്നപ്പോൾ വയറ് മാത്രമേ ഉള്ളൂ, 2 കോഴിക്കാല് പോലെ അസ്ഥികൂടം പോലെ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരെന്തോ ഫീൽഡ് ഔട്ടായി എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ കുറേ സത്യമാണ്. ഈ സ്പാ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇതുപോലത്തെ സെക്സ് വർക്കും കാണും. നിങ്ങൾക്ക് ബിജിമോൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ അറിയാമായിരിക്കും, ദുബായിൽ വർക്ക് ചെയ്യുന്ന. അവർ പറയുന്നുണ്ട് അവർക്ക് സ്പാ ഉണ്ട്, അവരിതുപോലത്തെ സെക്സ് വർക്കൊക്കെയാണ് ചെയ്യുന്നത്. അവരും പറയുന്നുണ്ട് കൊച്ചിനെ പോറ്റാനാണെന്നൊക്കെ പറഞ്ഞൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരൊക്കെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവർ ദുബായിലാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഈ ബാറ് സ്പാ സെൻ്ററൊക്കെ എന്താണ് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ ഈ ഒരു ഫീൽഡിലായത് കൊണ്ടാണ് നമുക്കിത് വിശ്വാസം ഏറുന്നത്.
മനസ്സിലായില്ലേ? കാരണം ഈ ഒരു ഫീൽഡിലാവുമ്പോൾ ഈ ഒരു ഫീൽഡിലുള്ളവരൊക്കെ തന്നെ ഇവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് കാണും. ഇവരടുത്ത് വന്ന ക്ലയൻസ് ഫ്രണ്ട്സ് ആയിരിക്കും. ആ ക്ലയൻസ് ആയിരിക്കാം പോയത്. ചിലപ്പം ഇതേപോലത്തെ ഇവർക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും വാട്സാപ്പിലൊക്കെ. അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരായിരിക്കാം പോയത്. അതുകൊണ്ടാണ് നമുക്കിത് വിശ്വസനീയമാകുന്നതും. അതുകൊണ്ടാണ് രേണുസുതി പേടിച്ചതും. വോയിസ് മാറ്റി വിളിച്ചില്ലേ, അത് രേണുവിന് അത്ര ഇതല്ല. കാരണം അവരുടെ ഫ്രണ്ട്സിനറിയാം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, പിന്നെ ഞാൻ ആ ബാറിൽ പോയിരുന്നപ്പോൾ രേണു അവിടെ ഇരുന്നു, അതൊന്നും അത്രയ്ക്ക് ബാധിക്കില്ല. പക്ഷേ ഇതേ വർക്ക് ചെയ്ത് ഇതേ റെസ്റ്റോറൻറ്റിൽ, അതായത് ഇതേ ബാറിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ രേണുവിന് ചെറുതായിട്ട് പേടിക്കേണ്ടി വരും. കാരണം ഇവർക്ക് ഒരുപാട് ലിങ്ക് കാണും. പിന്നെ ഇവർ പറഞ്ഞ ഒരു കാര്യം, വീട് മാറാൻ പോയപ്പോൾ ഫോൺ കളഞ്ഞു പോയി, അത് എനിക്ക് എത്രത്തോളം വിശ്വസനീയമാണെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ എന്തെടുത്തില്ലെങ്കിലും ഫോൺ എടുക്കില്ലേ? ഫോൺ അവിടെ ഇട്ടിട്ട് വരിക എന്ന് പറയുന്ന ആ സെന്റൻസ് എനിക്ക് തോന്നിയില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതും കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഞാൻ അറിയുന്നത് കമന്റ് ബോക്സ് വഴിയാണ്. കമന്റ് ബോക്സ് ആണ് നിങ്ങളുടെ വീട്. അപ്പൊ അവിടെ നിങ്ങൾ എന്തായാലും പറയണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ തായ്ലൻഡിലൊക്കെ പോവും, പട്ടായയിലൊക്കെ പോവും. എന്താ സിനിമയിലൊക്കെ പട്ടായയിൽ പോകുമെന്ന് പറയുമ്പോൾ നമ്മളൊരു ചിരി അല്ലെങ്കിൽ ഒരു നാണം, ഭാര്യയെ ഒളിച്ചൊക്കെ പോകുന്നത്. അവിടെയൊക്കെ മിക്ക സ്പാ സെന്ററിലും ബോർഡ് വെച്ച് വിളിക്കും. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ട് സ്പാ സെന്റർ, ഇവിടെ സെക്സ് വർക്ക് ഇല്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പോയി ആ സെക്സ് വർക്ക് കാണിക്കാനേ പാടില്ല. ഇപ്പം ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ട്, എന്നാൽ സെക്സ് വർക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ വെക്കാം. പക്ഷേ ഈ ദുബായ് പോലത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എനിക്ക് ഇത് ഇല്ലീഗൽ ആണെങ്കിൽ പോലും നടക്കുന്നുണ്ട്. അത് ഇവർ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ കുറച്ചും കൂടി നമുക്ക് വിശ്വാസമാണ്. പിന്നെ രേണുസുതി 1-2 സ്പായും ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ പോയി മൊറോക്കൻ ബാത്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ബാധിക്കും. കാരണം അവിടെയുള്ളവരുമായിട്ടും ഇവർക്ക് ബന്ധം കാണും. അപ്പൊ എവിടെ പോയാലും ചാരന്മാര് കാണും. ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ വഞ്ചിക്കുന്നത്. ഇതിലൊക്കെ ഉള്ളവരെന്ത് ചെയ്യുന്നറിയാമോ? ഇനി ഇവർക്കൊക്കെ ചിലപ്പോൾ അതിന്റെ ഫോട്ടോയൊക്കെ കൊടുക്കും. പിന്നെ രേണു തന്നെയാണ് രേണുവിലേക്ക് ഈ സംശയങ്ങളെല്ലാം എത്തിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഒന്ന് വെള്ളം അടിക്കുമെന്ന് പറഞ്ഞു. ഇന്നാളൊരു വീഡിയോയിൽ പറയാതെ പറഞ്ഞു, ഞാൻ ഗൾഫിലൊക്കെ എന്താണ് ഉദ്ഘാടനത്തിന് പോകുന്നതേ വെള്ളം അടിക്കാനെന്ന് പറഞ്ഞിട്ട് മാറ്റി പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 3 മണി വരെയാണ് പ്രൊമോഷൻ വർക്കെന്ന്. ആ സംവിധായകന്റെ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞു, മറ്റേ എനിക്ക് റാസൽ ഖൈമയിലിരുന്ന് വിളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട്. അതാണ് എല്ലാവരെയും സംശയത്തിന്റെ നെല്ലെത്തിച്ചത്. പിന്നെ യുദ്ധത്തിന്റെ സമയത്ത് പോയതും ആരെങ്കിലും പോവൂടെ യുദ്ധത്തിന്റെ സമയത്ത്? ഇനി എത്ര വലിയ സെലിബ്രിറ്റി ആയാലും പോവും. എത്രയോ സിനിമകൾ ഈ യുദ്ധത്തിന്റെ സമയത്ത് കൂടുതലും ഇപ്പം ദുബായിലൊക്കെയുള്ള നമ്മുടെ എവിടെയാണ് ഈ നമ്മുടെ ഈ റേഡിയോയിലൊക്കെ മിഥുനൊക്കെ ഉള്ള ജോലിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെയാണ് പ്രൊമോഷനൊക്കെ ചെയ്യുന്നത്. ഈ യുദ്ധ സമയത്ത് ആരും അങ്ങനെ ദുബായിൽ പ്രൊമോഷനായിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവർ പോലും പോയില്ല. പിന്നീടാണോ അതും 13 ദിവസം. എൻ്റെയൊക്കെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ജോലി പോയിട്ട് ടിക്കറ്റ് പോലും കിട്ടാതെ അവർ കിട്ടിയ ദിവസം ഇരട്ടി പൈസ കൊടുത്താണ് അവർ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നത്. അങ്ങനെയല്ലേ? നിങ്ങൾ ഗൾഫിലുള്ളവരും ഇതിനെപ്പറ്റി പറയണം കേട്ടോ. ഈ 13 ദിവസം എന്ത് പ്രൊമോഷനാണ് നടത്തിയത്? ഒരു ദിവസം ഞാൻ ബാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണിച്ചു. ബാറിന്റെ പ്രൊമോഷന് പോയിട്ട് ഇവളെയാണ് കാണിക്കുന്ന. ഒരു പച്ച ഡ്രസ്സും ചുമന്ന പാവാട ഇട്ടിട്ട് ഇവളെ കാണിച്ചു. പിന്നെ ഒരു ദിവസം ഫുഡ് കഴിക്കണത് കാണിച്ചു. ഇതെന്താ 13 ദിവസം 13 വെറൈറ്റിയിലുള്ള ഫുഡാണോ അവിടെ? ഒരു ദിവസം ഇരുന്ന് അവള് ഇവിടുത്തെ വെറൈറ്റി ഫുഡെന്നും പറഞ്ഞ് കാണിച്ച്. പിന്നെ 2 ദിവസം ഡാൻസ് കളിക്കുന്നത് കാണിച്ച്. കൂടിപ്പോയാൽ 4 ദിവസം. 4 ദിവസമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞ് അന്നും പിറ്റെന്നും കാണിച്ചാൽ മതി. പോട്ടെ, നമ്മുടെ രേണുസുതി ആയതുകൊണ്ട് 4 ദിവസം എന്ന് പറയാം. 4 ദിവസം 13 ദിവസത്തെ ഒരു പരിപാടിയില്ല. ഇപ്പൊ ഈ ബാറുകളും അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് ഒരുപാടുള്ള സ്ഥലമാണ് നമ്മുടെ ദുബായ് എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫാണ്. ഇപ്പൊ ബാറുകളായാലും ഹോട്ടലുകളായാലും റെസ്റ്റോറന്റ് ആയാലും സന്ധ്യ മുതൽ നേരം വെളുക്കുന്നത് വരെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ യുദ്ധസമയത്ത് ഉണ്ടാവോ എനിക്കറിയില്ല. അതും പറയണേ. റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരുപാട് കാണുമല്ലോ. ഞാൻ അവിടുത്തെ വ്ളോഗേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതിലൊക്കെ അവർ പറയും ഇന്ന് ഇറങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ വരും. അതോ അവർ ഫാമിലി ആയിട്ട് വരുമോ? യുദ്ധം നടക്കുമ്പോൾ മിസൈൽ വീഴോ ഇല്ലയോ എന്നൊക്കെ പേടിച്ച് അവരങ്ങനെ വരുമോ? എനിക്ക് തോന്നുന്നില്ല. ഇവർ തന്നെയാണ് ഇവരിലേക്ക് ഇത് എത്തിച്ചത്. അതെന്താണെന്നറിയാമോ? ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. പിടിക്കപ്പെടത്തില്ല എന്നായിരിക്കാം. അതും രേണുസുതിയുടെ പുറകെ ചുറ്റാകെ കണ്ണുകളാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോക്കാർക്ക്. അവരെന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവരെ ഇപ്രാവശ്യം കൊണ്ടുപോയില്ലേ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വരില്ലായിരുന്നു. ഇത് ഒരുപാട് പേരിലൊക്കെ ഇത് എത്തുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം രേണുസുതിയെ പിടിച്ചു എന്ന് വെക്കുക, അസംഷനാണ്.
പിടിച്ചു എന്ന് വയ്ക്കുക, ഇത് മേളിലുള്ളവരിൽ എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പിടിച്ചാൽ അവർക്ക് മേലും കീഴും നോക്കാൻ വയ്യാത്തവരടുത്തേ കൊടുത്തു വിടുള്ളൂ. പിന്നെ ഇവിടെ പലരും പറയുന്നുണ്ട്, രേണുസുധിയും പറയുന്നുണ്ട്, എയർപോർട്ടിൽ ഇരിക്കുന്നവർ മണ്ടരാണോന്നും. ഒരിക്കലുമില്ല. പക്ഷെ എന്തുകൊണ്ടാ പാഡിന്റെ അകത്തുനിന്ന് പിടിക്കുന്നത്? ഇതിൽ തന്നെ ഇവർ പറയുന്നുണ്ട് കോണ്ടംസിന്റെ അകത്തൊക്കെ വെച്ച് കൊണ്ടുവരുമെന്ന്. പാഡിന്റെ അകത്തുനിന്ന് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സിന്റെ അകത്തുനിന്ന് പിടിക്കുന്നുണ്ട്. അതുപോലെ പല സ്ഥലത്തുനിന്ന് പിടിക്കുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം സുരക്ഷയാണ്, അത്രത്തോളം പരിശോധനയുള്ള സ്ഥലമാണ്. എന്നിട്ടും എങ്ങനെയാ പിടിക്കുന്നത്? എന്നാ പിടിക്കാത്തത് കൊണ്ട്. കാരണം എനിക്കിപ്പം ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ വ്യക്തിയിൽ എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഇതുപോലെ കസ്റ്റംസിനെ വിളിച്ചു പറയുമ്പോഴായിരിക്കാം അവരെന്ത് ചെയ്യുന്നത്, ഇവരെ പരിശോധിക്കുന്നത്. എന്നാൽ പരിശോധിക്കാത്ത ആൾക്കാർ പരിശോധിച്ചിട്ട് കണ്ടുപിടിക്കാത്ത രീതിയിലൊക്കെ പോകും. ഇവർ തന്നെ പറയുന്നുണ്ട് പാൻസിൻ്റെയൊക്കെ പല പല അറകൾ, അതൊന്നും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിവിടെ ഓസ്ട്രേലിയയിലാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഷൂ ഊരാൻ പറഞ്ഞു. അതിങ്ങനെ റാൻഡമായിട്ട് പരിശോധിക്കും. ഞാൻ പേടിച്ചു പോയി, ഇനി എൻ്റെ ഷൂവിൽ എന്തെങ്കിലും ഉണ്ടോ, കാരണം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഷൂ ഊരി കയ്യിലെടുത്തോ എന്ന് പറഞ്ഞു. കാരണം ഷൂവിൻ്റെ അകത്ത് വരെ വെച്ച് കൊണ്ടുപോവാം. ഞാൻ പോകുന്നത് ഇന്ത്യയിലോട്ടാണ്, എന്നിട്ടും അങ്ങനെയാണ് അവർ ഇവിടുന്നേ പരിശോധിപ്പിച്ചാണ് വിട്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ബാലഭാസ്കറിന്റെ കാര്യം, അത് ഷെഫീനത്തേം പറഞ്ഞു. ബാലഭാസ്കറും ഒരു ചാനലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ കൊന്നു കളഞ്ഞത്. ഇപ്പം രേണുസുധി അങ്ങ് തീർത്താൽ ഇവർക്ക് അത് ഇവരുടെ മേളിലേക്ക് എത്തില്ല. അങ്ങനെ ഉള്ളവരടുത്ത് അവർ കൊടുത്തു വിടുകയുള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും ഇന്നലെ വരെ വിചാരിച്ചിരുന്നു ഇവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി ഇല്ല കൊണ്ടുവന്നും വരാൻ. പക്ഷേ ഈ വോയിസുകളൊക്കെ കാണുമ്പോൾ ആകെ കൺഫ്യൂഷനാണ്. ഇവർ കൊണ്ടുവരുമോ കൊണ്ടുവരില്ലേ എന്നൊക്കെയുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഗവൺമെൻറ്റിനെ, നമ്മുടെ രാജ്യത്തിലുള്ള 2 ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് എല്ലാ അധികാരികളിലേക്കും എത്തട്ടെ. ഞാനിത് കള്ളത്തരം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും നിയമത്തിൻ്റെ മുൻപിൽ അവരെ എത്തിക്കുക എന്ന് തന്നെ പറയും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് അയക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.